ഇത് കൊണ്ടുപോയി കിച്ചണിൽ വെച്ചേക്ക്. ഞാൻ പറയുമ്പോ എടുത്തന്നാ മതി. ശരി മാഡം. ഇല്ല വല്യുഞ്ഞെ, എത്ര ആലോചിച്ചിട്ടും എനിക്ക് എന്റെ ഫോട്ടോ ആരും എടുത്തതായിട്ട് ഓർമ്മയേയില്ല. എന്തിനാ വല്യുഞ്ഞ് എന്റെ ഫോട്ടോ എടുത്ത കാര്യം ഇത്ര അത്യാവശ്യമായിട്ട് തിരക്കുന്നത്? അത് ഞാൻ പറഞ്ഞില്ലേ, കുറെ കാലമായിട്ട് എന്നെ ഒരു കാര്യമായിട്ട് വട്ടം കറക്കുന്നുണ്ട്. അതിന്റെ സത്യം എനിക്ക് ഇനിയെങ്കിലും അറിഞ്ഞേ പറ്റൂ. അതിനു വേണ്ടിയിട്ട്. അതെന്താ വല്യുഞ്ഞിനെ ഇത്രയും വട്ടം കറക്കുന്ന കാര്യം? അത് ഗുഡ് മോർണിംഗ്. ആ പ്രിയങ്ക വരൂ. ഗുഡ് മോർണിംഗ്. ഇപ്പൊ എങ്ങനെയുണ്ട് ആനന്ദ്? ഹൗ ഡു യു ഫീൽ നൗ? ഒക്കെ മാറി. ഐ എം ഓൾമോസ്റ്റ് ഓക്കെ നൗ. ഗുഡ്. ഇന്ന് ആനന്ദ് ഓഫീസിൽ പോകുന്നില്ല, റെസ്റ്റ് ആണെന്ന് ആന്റി പറഞ്ഞു. അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം ഞാൻ തന്നെ പാചകം ചെയ്ത് കൊണ്ടുവന്നിരിക്കാം. നമുക്കിപ്പൊ തന്നെ പോയി കഴിച്ചാലോ? ഏയ് നോ, ഇപ്പൊ വേണ്ട. വിശപ്പില്ല, കുറച്ച് കഴിയട്ടെ. അല്ല പ്രിയങ്ക, നീ എനിക്കൊരു സഹായം ചെയ്യാവോ? എന്തിനാ ആനന്ദ് ഇങ്ങനെ ഫോർമാലിറ്റീസ്? ആനന്ദിന് ഞാൻ എന്താ ചെയ്തു തരേണ്ടെന്ന് പറഞ്ഞാ മതി. ഇനിയുള്ള എന്റെ ജന്മം തന്നെ ആനന്ദിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ഇതാണ് അതിനുള്ള ഗ്യാരണ്ടി. താങ്ക് യു. അങ്ങനെയാണെങ്കിൽ ദേ ഈ കണ്ണുകൾ വെച്ചിട്ട് ഇത് ആരുടെ മുഖമാണെന്നൊന്ന് വരച്ചെടുക്കണം. എനിക്ക് ആളാരാണെന്ന് മനസ്സിലാക്കാനാ. ഓ പിന്നെന്താ, വരയ്ക്കാം. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ആനന്ദ്, ഇതൊക്കെ വരച്ചെടുക്കാൻ ഒരുപാട് കഴിവുള്ളവർക്കേ പറ്റൂ. ആക്ച്വലി ഞാൻ അത്ര വലിയ ടാലന്റ് ഉള്ള ആളല്ല. അത് വെറുതെ. വളരെ കൃത്യമായിട്ട് എന്റെ ഫോട്ടോ വരച്ച പ്രിയങ്കയ്ക്ക് ഇതും പറ്റും. എനിക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ട്രൈ നോക്ക്. സോറി ആനന്ദ്, ഇതെനിക്ക് പറ്റില്ല. ഞാൻ വരച്ച ഇത് ശരിയാകില്ല. അതുകൊണ്ടാ. ഐ എം വെരി വെരി സോറി. ഏയ് കം ഓൺ പ്രിയങ്ക, ആദ്യം വരച്ചു നോക്കുന്നേ, പിന്നല്ലേ ശരിയാവില്ലെന്ന് മനസ്സിലാവൂ. ഏയ് കം ഓൺ പ്രിയങ്ക, ആദ്യം വരച്ചു നോക്കുന്നേ, പിന്നല്ലേ ശരിയാവില്ലെന്ന് മനസ്സിലാവൂ. എനിക്ക് വേണ്ടി എന്തും ചെയ്യാന്നൊക്കെ പറഞ്ഞ് എൻഗേജ്മെന്റ് റിങ്ങൊക്കെ കാണിച്ച് പ്രോമിസ് ചെയ്തല്ലേ. ഇതിപ്പോ ഇത്ര ചെറിയ കാര്യം പോലും ചെയ്യാൻ വയ്യെങ്കിൽ അത് ഭയങ്കര ബോറാണെന്ന് ഞാൻ പറയും. ശരി, ഓക്കെ ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. ഒരു പേപ്പറും പെൻസിലും കിട്ടുമോ? പിന്നെന്താ.
ആനന്ദ് റെഡി. ആ കണ്ണുകളുടെ ഉടമസ്ഥ അടുക്കളക്കാരി കല്യാണിയാണെന്ന് വരച്ചു കാണിക്കാൻ എനിക്ക് ഭ്രാന്തൊന്നും ഇല്ല ആനന്ദ്. ഐ നോ യു വിൽ ബി ഡെസ്പറേറ്റ്. പക്ഷേ ആ ഡെസ്പറേഷനിൽ ഞാൻ ഹാപ്പിയാ. എന്തു പറ്റി ആനന്ദ്? ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല, ആ കണ്ണുകൾക്ക് ചേർന്ന മുഖം ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വരച്ചത് ശരിയായില്ല എന്നൊരു ഫീലിംഗ്. ഹാ, ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതും. അപ്പോ ആനന്ദിന് വിശ്വാസമായില്ല. ഓക്കെ ഓക്കെ, ആ ഫോണിങ് എടുക്ക. ദാ. ആ ഗുഡ് മോർണിംഗ്. രാജീവ് എപ്പോഴെങ്കിലും കല്യാണിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? നല്ലതുപോലെ ഒന്ന് ഓർത്ത് നോക്ക്. വേറെ ആർക്കും അറിയില്ല. ആ ലോഗോ ഡിസൈൻ ചെയ്ത രാജീവും അന്ന് അറിയുന്നത് അത് കല്യാണിയുടെ കണ്ണുകളാണെന്ന്. രാജീവ് അത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ആനന്ദിനോട് പറയാനിരുന്നതാ. ഞാനാ അത് വെട്ടിയത്. ഓക്കെ, ശരിയെന്നാ. രാജീവ് എന്തു പറഞ്ഞു? ആ ലോഗോയിലെ കണ്ണുകൾക്കും കല്യാണിക്കും യാതൊരു ബന്ധം ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന്. പക്ഷേ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ, തല പുകയുന്നത് പോലെ. നീ കിച്ചണിലേക്ക് വിളിച്ച് എനിക്കൊരു ചായ കൊണ്ടുവരാൻ പറ. ചായ പോരെ, അതിന് കിച്ചണിലേക്കൊന്നും വിളിക്കണ്ട. ഇന്ന് ആനന്ദിനുള്ള ചായ ഞാൻ കിച്ചണിൽ ചെന്ന് എന്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി തരും. വാ, you just relax. ശരി. Okay? മാഡം എന്ത് വേണം മാഡം? ആനന്ദിന് ഒരു ചായ വേണം. മാഡം പോയിക്കോ, ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം. തൽക്കാലം ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. എനിക്കറിയാം ആനന്ദിന് ചായ ഉണ്ടാക്കി കൊടുക്കാൻ. ഇഞ്ചി എവിടെയായിരിക്കുന്നു? അയ്യോ അത് വേണ്ട, വല്യുവിന് ഇഞ്ചി ഇഷ്ടമല്ല. ഉം? അല്ല
ഇഞ്ചി ചേർത്താ കുടിക്കില്ല, അതുകൊണ്ടാ. എന്നാ ഇന്നു മുതൽ കുടിച്ചോളൂ. ഞാൻ ചോദിച്ച സാധനങ്ങൾ എടുത്ത് തന്നാ മതി. ആനന്ദിന് എന്തിഷ്ടമാണ് എന്തിഷ്ടമല്ല എന്നൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. മനസ്സിലായോ നിനക്ക്? ഇഞ്ചി. മാഡം, കപ്പെടുക്ക്. അല്ല, നേരത്തെ ആനന്ദിന്റെ മുറിയില് നീ എന്തിനാ പോയത്? അത് മാഡം വലിയുഞ്ഞി വിളിച്ചതുകൊണ്ടാ പോയത്. ഓ, ആനന്ദ് വിളിച്ചാ നീ ഉടനെ ചാടിക്കയറി അങ്ങ് പോവല്ലേ? അതത്ര നല്ല ഏർപ്പാടല്ലല്ലോ. വിളിച്ചാൽ ഉടനെ ഓടിപ്പാഞ്ഞങ്ങ് ചെല്ലുന്നത്. ദേ, ഇത്രയും നാളും എന്തു ആയിക്കോട്ടെ, എനിക്കതൊരു വിഷയമേ അല്ല. പക്ഷെ ഇനി അങ്ങോട്ട് നിന്നെ ഒറ്റയ്ക്ക് ആനന്ദിനൊപ്പം ആ മുറിയിൽ കണ്ടേക്കരുത്. അങ്ങനെ കണ്ട എന്നെ അറിയാലോ നിനക്ക്. ഒന്ന് കളയും ഞാൻ. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ആനന്ദ്, ഇത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ചായ. കുടിക്ക. എങ്ങനെയുണ്ട് ചായ? നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്കിത് പറ്റില്ല. എന്തു പറ്റി? എനിക്ക് ഇഞ്ചി ഇടുന്ന ഇഷ്ടമല്ല, അതാ. വലിയുഞ്ഞിന് ഇഞ്ചി ഇഷ്ടമല്ല, ഇഞ്ചി ചേർത്താ കുടിക്കില്ല, അതുകൊണ്ടാ. ആനന്ദിന് എന്തിഷ്ടമാണ് എന്തിഷ്ടമല്ല എന്നൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം. എന്താനന്ദ ഇത്? ഇഞ്ചി നല്ലതല്ലേ? ദഹനത്തിനും ഉന്മേഷത്തിനും ഒക്കെ ഏറ്റവും ബെസ്റ്റ്. മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി തരുന്ന ചായയല്ലേ. കുടിക്കാനന്ദ് പ്ലീസ്. അത് കൊള്ളാം. കല്യാണത്തിന് മുമ്പേ നീ അധികാരം കാണിച്ചു തുടങ്ങിയല്ലേ? ഇത് അധികാരമല്ല, അടുപ്പം. ദേ, ഇതിന്റെ അവകാശം. ആയിക്കോട്ടെ. വേഗം ആവട്ടെ. ഇത് കുടിച്ചിട്ട് വേണം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ.
കല്യാണി കല്യാണി അനികുഞ്ഞെ ആ കല്യാണി ഒരു ആനെ തിന്നാനുള്ള വിശപ്പുണ്ട്. ആഹാരം എടുത്ത് ഞാൻ ബ്രോയെ വിളിച്ചിട്ട് വരാം. ബ്രോ കഴിച്ചിട്ടില്ലല്ലോ ഇതുവരെ? ഇല്ല കഴിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ ഇതാരാണ്? എന്താടാ? അല്ല ഇതെന്താ രണ്ടുപേരും കൂടെ ഒരു മുറിയിൽ കല്യാണത്തിന് മുമ്പ് തന്നെ പ്രിയങ്ക വർമ്മയെ ഞാൻ ഏട്ടത്തീന്ന് വിളിക്കേണ്ടി വരും. പോടാ അവിടുന്ന്. ഇന്ന് പ്രിയങ്കയുടെ സ്പെഷ്യൽ ഫുഡ് ഉണ്ട്, വേണമെങ്കിൽ കഴിക്കാൻ വാ. ആണോ? എന്നാ വാ. സുജാത ബാഗിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അത് നന്നായി. നിർത്ത്, നീ വിളമ്പണ്ട. ആനന്ദിന് ഇഷ്ടപ്പെട്ടതൊക്കെ സ്പെഷ്യലായിട്ട് വെച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണിത്. ഇന്ന് നീ പാചകം ചെയ്തത് ഞങ്ങൾക്ക് വേണ്ട. ഞാൻ വിളമ്പി എടുത്ത് കൊടുത്തോളാം. യു ക്യാൻ ഗോ. എന്താ മണം, എന്താ മണം. നല്ല നാടൻ ചിക്കൻ ഫ്രൈ. അതെന്താ? നല്ല നാടൻ ചിക്കൻ കറി. ഇതെന്താ? നെയ്മീൻ കറിയാ. അപ്പോഴേ ഇതൊന്നും കണ്ടിട്ട് ഒരു നിമിഷം പോലും വെച്ചോണ്ടിരിക്കാൻ പറ്റുന്നില്ല. വിളമ്പ് 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 വിളമ്പ്. അയ്യോ മാഡം ഒരു നിമിഷം. നിശ്ചയം കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ കല്യാണം വരെ ആരും മീനും ഇറച്ചിയും കഴിക്കരുതെന്നാ മാഡം പറഞ്ഞിരിക്കണേ. കല്യാണി, ഇത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പാചകം ചെയ്ത് കൊണ്ടുവന്നതാ. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. അതല്ല മാഡം. ജസ്റ്റ് ഷട്ട് അപ്പ്. ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെ ആനന്ദിന്റെ ഇഷ്ടം അറിഞ്ഞു ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. ഒരു പ്രാവശ്യം കഴിച്ചു പോയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അങ്ങ് സംഭവിക്കട്ടെ. ഞങ്ങൾ അങ്ങ് സഹിച്ചു. നീ അങ്ങോട്ട് മാറി നിൽക്ക. കഴിക്കാനെന്തേ? നോ, എനിക്ക് വേണ്ട. അമ്മ നോൺ വെജ് കഴിക്കാൻ പാടില്ലെന്ന് പറയുമ്പോ എനിക്കത് കഴിക്കാൻ പ്രയാസമാണ്. ഐ എം സോറി. ബ്രോ, ഇത് അമ്മ അങ്ങനെ അറിയാനൊന്നും പോകുന്നില്ല. കല്യാണം എന്തായാലും അമ്മോടൊന്നും പറയില്ല. പിന്നെന്താ പ്രശ്നം? ബ്രോ കഴിക്കും. നോക്ക്, നല്ല മൊരിഞ്ഞ നാടൻ ചിക്കൻ ഫ്രൈ. ഇത് കാണുമ്പോ തന്നെ പാല് വെള്ളം ഊറും. കഴിക്കാനെന്തേ പ്ലീസ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലേ. ഔ കഴിക്കും ബ്രോ, ഇതൊന്നും വലിയ പ്രശ്നമില്ല. ദാ, വേണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? എടുത്ത് മാറ്റ. എന്നാലേ ഈ ചിക്കൻ ഫ്രൈയോട് ഇങ്ങോട്ട് കിട്ടും. അമ്മ ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞാലേ ബ്രോ പിന്നെ അത് ചെയ്യില്ല. അതാ ശീലം. ആഹാ സൂപ്പർ. ഇനി ആ നെയ്മീൻ കൂടി കുറച്ചിങ്ങോട്ട്. ആ വലിയ പീസേ. സൂപ്പർ ടേസ്റ്റ്. കല്യാണി, നിന്റെ ഇവിടുത്തെ പാചകറാണി പട്ടം പോയി. അതെ, ആ ചിക്കൻ കറി ഒന്നും ഇട്. കല്യാണി, കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോറ് കൂടി വേണ്ടി വരും. ഇന്ന് ചോറ് സൈഡ് ഡിഷാ. ഇന്ന് മെയിൻ ഡിഷ് ദേ ഈ ചിക്കൻ ഫ്രൈയാ. സോറി കേട്ടോ. കല്യാണി, വലിയ നീ ഉണ്ടാക്കിയ വെജിറ്റേറിയൻ എനിക്ക് വിളമ്പ്. ശരി.